Hey guys, so welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്, ദാറ്റ് ഈസ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇത് 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണല്ലോ. ഇതൊരു ചെറിയ റീകോൾ ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾ 6th പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആകെ ഹോൾ നമ്പേഴ്സ് അറിയാം, പിന്നെ എന്താ പറയുക, നാച്ചുറൽ നമ്പേഴ്സ് അറിയാം അല്ലേ. 6th ടീച്ചർ നിങ്ങൾക്ക് another സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ്സ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ചെറുപ്പത്തിലെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയും നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ ഒരിക്കലും മൈനസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് പോസിബിൾ ആക്കിക്കൊണ്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഇൻറ്റീജേഴ്സ് അല്ലേ. സോ നമുക്ക് ആദ്യം അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ നമ്പർ ലൈൻ നോക്കാം. സോ ഹൗ ടു ഡ്രോ ആ നമ്പർ ലൈൻ ഇൻ ഇൻറ്റീജേഴ്സ്. അപ്പോൾ നടുക്ക് തന്നെ നമുക്ക് 0 ഉണ്ട്. Numbers that include 3 set of numbers again. എന്തൊക്കെ ഉണ്ടാവുക? അതിലൊരു 0 itself ഉണ്ടാവും. It's 0 ഉണ്ടാവും. Then we have positive integers, that's natural numbers, and negative integers. അപ്പോൾ 0ന്റെ റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ലെഫ്റ്റ് സൈഡിലുള്ളത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ആണ്. സോ ലെറ്റ്സ് ടേക്ക് 1 2 3 4 5. 3 4 5 6 7. It's minus, okay? -1 -2 -3 -4 -5 -6 -7. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഓപ്പറേഷൻ പറയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണ് 3 - 10. ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ പറയും ദിസ് ഇസ് നോട്ട് പോസിബിൾ, ഇത് റോങ് ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷേ ഈ ടീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് നോട്ട് എ റോങ് ക്വസ്റ്റ്യൻ, ബട്ട് ദ ആൻസർ ഇസ് -7. വലിയ നമ്പറിന്റെ സൈൻ ഇട്ടിട്ട് വി ജസ്റ്റ് ഓപ്പറേറ്റ് വിത്ത് മൈനസ് ഓപ്പറേഷൻ. അപ്പോൾ ഈ സബ്ട്രാക്ഷൻ ഈ ഒരു എക്സാമ്പിൾ എങ്ങനെ നമ്പർ ലൈനിൽ നമുക്ക് കാണിക്കാം നമുക്ക് നോക്കാം. സോ ഐ എം സ്പോട്ടിങ് ദ ഫസ്റ്റ് ഇൻറ്റിജർ, ദാറ്റ്സ് 3. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അഡീഷൻ ആണ് ചെയ്യണമെങ്കിൽ നമ്പർ ലൈനിന്റെ റൈറ്റ് സൈഡിലേക്ക് വി കൗണ്ട്. ഈ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൗണ്ട് ചെയ്യും. അപ്പോൾ ബാക്കി എത്രയാണ് നമുക്ക് 10 കണ്ടുപിടിക്കുക. 2 3 4 5 6 7 8 9 10. എന്താണ് ആൻസർ കിട്ടിയത്? ഇറ്റ്സ് -7. ഇത് പ്രിറ്റി സിമ്പിൾ ആണ് അല്ലേ, നമ്പർ ലൈൻ ഓപ്പറേഷൻസ്. സോ അടുത്ത ഒരു പോയിന്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, ഇത് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് 2 ആണോ 7 ആണോ ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ ദീസ് ആർ 2 പോസിറ്റീവ് നമ്പേഴ്സ്. ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി യു സേ 7 ഹാസ് മോർ കൗണ്ട് എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇനി ഞാൻ പറയാം -2 -7 ഏതാണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ യു ഷുഡ് സേ ഇറ്റ് ഇസ് -7. അല്ല, ഇറ്റ് ഇസ് -2. എന്തുകൊണ്ടെന്ന് വെച്ചാൽ the number which is more closer to 0 is known as the greater number. But 2 is more closer to 0 than 7. Our which is a greater number? It's 2. -2 is greater than -7. So ഇതൊരു ചെറിയ റീക്യാപ്പ് ആയിരുന്നു. ഇനി നിങ്ങൾക്കറിയാം അഡീഷൻ ഓപ്പറേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഉണ്ട് ഇൻറ്റീജേഴ്സിൽ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം വരുന്നുണ്ട്. സോ അഡീഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അഡിറ്റീവ് ഇൻവേഴ്സ് യൂസ് ചെയ്താണ് ആ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതെന്നല്ല. സോ അതിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, അപ്പോൾ 3 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The 3 different properties are closure property, commutative property and associative property. So let's go to the properties. So we can go to the next property, the first property actually for today, that's closure property. So closure property എന്താണെന്ന് ഞാൻ generalized formula പറഞ്ഞു തരാം. If any set of numbers under any particular operation, if the resultant gives the same set of number or it comes under the same set of number, then we say that those 2 integers or those set of numbers are closed under the particular operation. അപ്പോൾ ഇത് ഞാൻ ജനറലൈസ് ഫോമിൽ ഇൻറ്റീജേഴ്സ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറയുകയാണ് ദർ ആർ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻറ്റീജേഴ്സിലാണ് പഠിക്കുന്നത്. സോ അണ്ടർ ഇൻറ്റീജേഴ്സ് നമ്മൾ അഡീഷനാണ് ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ നോക്കുന്നത്, അഡീഷനാണ്. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഐ എം ടേക്കിംഗ് 2 പോസിറ്റീവ് ഇൻറ്റീജർ. 2 + 3 gives 5. സോ ഇവിടെ 2 പോസിറ്റീവ് ഇൻറ്റീജറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്.
ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന അഡീഷനാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നതും ഒരു ഇൻറ്റീജറാണ്. സോ വി ക്യാൻ സേ ദാറ്റ് integers under addition is closed. Integers are closed under addition. For addition closure property satisfy ചെയ്യുന്നുണ്ട് integers. That's what we can say from this example. Let's take another example for subtraction. 2 minus 1. So 2 minus 1 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഇൻറ്റീജേഴ്സ് ആണ്. ലെറ്റ്സ് സേ ഇറ്റ്സ് പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇറ്റ്സ് 1. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇൻറ്റീജറാണ്. ലെറ്റ്സ് ടേക്ക് another example. 2 minus 3 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇത് നെഗറ്റീവ് ഇൻറ്റീജർ ആയിട്ട് മാറും ആൻസർ അല്ലേ? എന്ത് കിട്ടും? 2 minus 3 will be minus 1. അപ്പോൾ ഇത് ക്ലോസ്ഡ് അണ്ടർ these integers are closed under in this subtraction because ഇവിടെ രണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ട് എനിക്ക് ആൻസർ നെഗറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് ക്ലോസ്ഡ് അല്ലെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻറ്റീജർ ഇറ്റ് സെൽഫ്. ഇതും ഒരു ഇൻറ്റീജർ ആണ്. അപ്പോൾ രണ്ട് ഇൻറ്റീജർ ഒരു മൈനസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻറ്റീജർ തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുകയെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ പെർട്ടിക്കുലർ ഓപ്പറേഷൻ എന്ന് പറയാം. സോ വി ക്യാൻ സേ ഇൻറ്റീജർ സാറ്റിസ്ഫൈസ് closure property under both addition and subtraction. Okay, let's move on to the next property, that's commutative property. So let's move on to the next property, that's commutative property. Commutative property ennu paranjal there are two integers under an operation or operation il rendu integers kedukana, and if I interchange the two numbers under that particular operation I get the same resultant as before. Again I say that two integers satisfies commutative property under that particular operation. നമുക്കൊരു generalized form example നോക്കാം. a plus b is equal to b plus a. a plus b നമുക്ക് ആൻസർ കിട്ടുന്ന c ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കണം? c തന്നെ ആയിരിക്കണം അല്ലേ? ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് അതിൽ അഡീഷനിൽ ഇൻറ്റീജേഴ്സ് വെച്ചാണ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഐ ആം ടേക്കിംഗ് -2 plus -3. So minus 2 plus minus 3 we get minus 5. I am interchanging those two numbers. Minus 3 plus minus 2 aanengilum we get the same number minus 5. So under addition commutative property is satisfied for integers. Next example ennu vecha subtraction aanu namma nokkunna. I took two numbers minus 3 and positive 5. It's positive 5. അപ്പോൾ -3 minus positive 5 we get minus 8. But this is not equal to interchanged version. Okay, 5 plus -3 ഇത് എന്തുകൊണ്ടാണ് പ്ലസ് ആയെന്ന് വെച്ചാൽ ഇവിടെ രണ്ടും മൈനസ് ആയിരുന്നു അല്ലേ? മൈനസ് തന്നെയായിരുന്നു. 5 minus -3 എന്ന് വെച്ചാൽ മൈനസ് ഓഫ് മൈനസ് എന്തായി മാറും? 5 plus 3 ആവും. അപ്പോൾ we get answer 8. സോ ഇവിടെ പോസിറ്റീവ് 8ഉം ഇവിടെ നെഗറ്റീവ് 8ഉം കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ ഞാൻ പറഞ്ഞു രണ്ടും ഇൻറ്റീജേഴ്സ് ആണ്. സോ ഇറ്റ് സാറ്റിസ്ഫൈസ്. പക്ഷേ ഇവിടെ രണ്ട് ഇൻറ്റീജേഴ്സ് തന്നെയാണെങ്കിലും വി ഗെറ്റ് എ ഡിഫറെൻറ്റ് ആൻസർ. ഇവിടെ ഇറ്റ് ഈസ് നെഗറ്റീവ് 8 ആൻഡ് ഇവിടെ പോസിറ്റീവ് 8. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ commutative property is not satisfied for integers under subtraction. So that's all about commutative property. Pretty simple ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും. Interchange ചെയ്യുമ്പോൾ ആൻസർ സെയിം ആണെങ്കിൽ commutative property is satisfied. So we can move on to the next property and the last property for today, that is associative property. So let's move on to associative property. അപ്പോൾ associative property എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ a plus bracket of b plus c is equal to a plus b bracket of plus c. ഞാൻ ഈ ബ്രാക്കറ്റ് ഇവിടെ ബ്രാക്കറ്റിൽ ബി പ്ലസ് സി ആണെങ്കിൽ അതിപ്പോഴത്തേക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് എ പ്ലസ് ബി ആക്കി. ദാറ്റ്സ് ഇപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഗെറ്റ് ദ സെയിം ആൻസർ സെയിം സം ആണ് ഇവിടെ കിട്ടണമെങ്കിൽ ദെൻ വി സേ അണ്ടർ അഡിഷൻ ഫോർ ഇൻറ്റീജേഴ്സ് സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ ഇത് അഡീഷൻ്റെ ജനറലൈസ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ അല്ലേ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അഡീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. അപ്പോൾ -3 പ്ലസ് ബ്രാക്കറ്റിൽ 1 പ്ലസ് -7 ഇസ് ഇറ്റ് ഈക്വൽ ടു -3 പ്ലസ് +1 ബ്രാക്കറ്റ് ഓഫ് +-7.
7 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. സോ -3 പ്ലസ് -6 എന്താണ്, വലിയ ലാർജർ നമ്പറിന്റെ സൈൻ എടുക്കും. അപ്പോൾ വി ഗെറ്റ് -6. സോ -3 പ്ലസ് -6 വി ഗെറ്റ് -9. ഇനി ഇവിടെയാണെങ്കിലോ -3 പ്ലസ് 1 ആസ് ഐ സെഡ് ലാർജർ നമ്പറിന്റെ സൈൻ എടുക്കും. വി ഗെറ്റ് -2 പ്ലസ് -7 സോ ഇറ്റ്സ് -9. അപ്പോൾ നമുക്ക് എന്ത് പറയാം, under addition for integers satisfy associative property under addition operation. And let's move on to subtraction. Subtraction satisfy ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. 3 minus 1 bracket of minus 1 minus 7 is it equal to bracket of 3 minus 1 minus 7. ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ 3 നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെയ്യുന്നു 3 minus -6. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്താവും, പ്ലസ് ആവും. സോ 3 plus 6 we get answer 9. ഇനി ഇവിടെ RHSലാണെങ്കിൽ എന്താണ്, 3 minus 1 that is 2. -1 -7 നമുക്ക് താഴത്തേക്ക് ഇറക്കി 2 minus 7 we get the answer -5. So 9 is not equal to -5. So we can say for integers under subtraction they don't satisfy associative property. So I guess it's pretty clear for you guys. അപ്പോൾ ഇന്ന് 3 പ്രോപ്പർട്ടി പഠിച്ചു. that is closure, commutative and associative. ക്ലോഷ്യറിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും ക്ലോഷ്യർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇൻ കമ്മ്യൂട്ടേറ്റീവ് സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. The same in the case of associative property. Associative property is not satisfying for integers under subtraction. So that's all. So guys, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇറ്റ് ഈസ് എ ഗുഡ് ക്ലാസ്, നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. So that's all for today. Bye bye.